പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, നിങ്ങൾക്കായി ഇതാ വരുന്നു വൈകാസ് തള്ളുവണ്ടി. ഹലോ, വെൽക്കം ബാക്ക് ടു വൈകാസ് തള്ളുവണ്ടി. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ലാലേട്ടൻ ഫാൻസും മമ്മൂക്ക ഫാൻസും കൂടി പുലിമുരുകന്റെയും ഗ്രേറ്റ് ഫാദറിന്റെയും പേര് പറഞ്ഞ് പൊരിഞ്ഞ വഴക്ക്. ആക്ച്വലി സിനിമകൾ തമ്മിലാണോ മത്സരിക്കുന്നത്, ഫാൻസുകാർ തമ്മിലാണോ മത്സരിക്കുന്നത്? പുലിമുരുകന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഗ്രേറ്റ് ഫാദറെ ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക ഫാൻസ് വഴക്ക്. അല്ല, അങ്ങനെയല്ല, പുലിമുരുകൻ തന്നെയാണ് ഫസ്റ്റ് ഡേ കളക്ഷനിൽ ടോപ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഫാൻസ് തമ്മിൽ വഴക്ക്. ശരിക്കും ഫാൻസുകാർ തമ്മിലല്ലേ വഴക്ക്? സിനിമകൾ തമ്മിൽ എന്തെങ്കിലും മത്സരം നടക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. നല്ല കഥയുള്ള നല്ല മെസ്സേജുള്ള ചിത്രം എല്ലാ പ്രേക്ഷകരും അംഗീകരിക്കും. അങ്ങനെ ആവണം. ഒരു പ്രേക്ഷകരെന്ന് പറഞ്ഞത് നമ്മൾ ഒരു സിനിമ നോക്കി കാണുമ്പോൾ നമ്മൾ ഒരു അതിലുള്ള താരമൂല്യം വലുതാണ്. എന്നാലും നമ്മൾ ആ സിനിമയുടെ കഥ എങ്ങനെയുള്ളൊരു കഥയാണ് എന്ന് നമ്മൾ വിലയിരുത്തി ആണ് ശരിക്കും ആ സിനിമയ്ക്ക് മാർക്ക് കൊടുക്കുന്നത്. ചിലരുണ്ട് ഫേസ്ബുക്കിൽ ഒരു സിനിമ കണ്ടതിന് ശേഷം നല്ലൊരു റിവ്യൂ ഇടാറുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ അതിന് താഴെ വരുന്ന കമൻറ്റ് ബോക്സുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും പൂര തെറിയായിരിക്കും. അതെന്തുകൊണ്ടാണ്? ചിലപ്പോൾ ആ തെറി പറയുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന വ്യക്തി ആ ചിത്രത്തിൻ്റെ താരത്തിൽ, ആ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന താരത്തിൻ്റെ ഫാൻ അല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ നല്ലൊരു സിനിമയായിട്ട് കൂടി അതിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നത്. അപ്പോൾ ശരിക്കും അവിടെ സമൂഹത്തിന് നൽകുന്ന നല്ലൊരു മെസ്സേജ്, അല്ലെങ്കിൽ നല്ലൊരു സിനിമ, കുടുംബ ചിത്രം, ഏതോ ആയിട്ട് ആക്ഷൻ ത്രില്ലർ എന്തായാലും കുടുംബ ചിത്രം, അങ്ങനെ ഒരു പാറ്റേൺ സിനിമകളെ ശരിക്കും വിമർശനങ്ങൾ അടിച്ചമർത്തുകയല്ലേ ചെയ്യുന്നത്. വേറൊരു കാറ്റഗറി ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പണി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലറായിട്ടുള്ളൊരു മൂവി അത് പോയി കണ്ടിട്ട് ചിലപ്പോൾ അവർ ആ താരത്തിൻ്റെ ആരാധകനോ ആരാധികയോ ആയിരിക്കില്ല, എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അതിൻ്റെ സസ്പെൻസ് പൊളിച്ചങ്ങനെ സ്റ്റാറ്റസ് ഇടും. കാരണം അവരുടെ ആരാധന കഥാപാത്രമല്ല അതിൽ അഭിനയിക്കുന്നത് എന്നുകൊണ്ട് മാത്രം അതിനെ നിഷ്പ്രയാസം തകർത്ത് കളയും. അങ്ങനെ ചിലര്, എനിക്കറിയുന്ന ചിലർ തന്നെ ഇങ്ങനെ സസ്പെൻസ് ഉള്ള ഒരു സിനിമ പോയി കണ്ടിട്ട് അതിനകത്തുള്ള സസ്പെൻസ് പൊളിച്ച് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു. അവസാനം ആ സിനിമ കാണാൻ പറ്റാത്ത അവസ്ഥ. കാരണം നമ്മൾ ആ ത്രില്ലടിച്ചിരുന്ന സിനിമ കാണുന്ന ഫീൽ ഒരിക്കലും ആ സസ്പെൻസ് അറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും അതൊരു ദ്രോഹം തന്നെയാണ്. ഇത്രയും കഷ്ടപ്പെട്ടെടുക്കുന്ന ഒരു ചിത്രം അതിനെ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് അംഗീകരിക്കണം, മോശം സിനിമയാണെങ്കിൽ മോശം എന്ന് പറയാം. നമുക്ക് റിവ്യൂ ഇടാം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് റിവ്യൂ ഇടാം. പക്ഷേ നല്ല കഥകളുള്ള ചിത്രങ്ങൾ പോലും ഇപ്പോൾ ലാലേട്ടൻ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ ചിത്രം അല്ലാത്തതുകൊണ്ടും, മമ്മൂക്ക ഫാൻസ് ആണെങ്കിൽ മമ്മൂക്കൻ്റെ ചിത്രം അല്ലാത്തതുകൊണ്ടും, ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ആണെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഫാൻസ് അല്ലാത്തതുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ തമ്മിലടിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ചിത്രങ്ങൾ തമ്മിലൊരു മത്സരമില്ല, ഫാൻസുകാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുലിമുരുകൻ്റെയും ഗ്രേറ്റ് ഫാദറിൻ്റെയും കളക്ഷൻ റെക്കോർഡിനെ ചൊല്ലി തന്നെ പൊരിഞ്ഞടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പുലിമുരുകനെയും ഗ്രേറ്റ് ഫാദറിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം പുലിമുരുകൻ എന്ന് പറയുന്ന ചിത്രം തികച്ചും ലാലേട്ടൻ്റെ സാഹസികതകളും കുടുംബകഥയും പറയുന്ന, കുടുംബത്തിനെയും അതിനൊപ്പം പറയുന്ന ഒരു നല്ല ചിത്രം. അതുപോലെ തന്നെ ഗ്രേറ്റ് ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, ഒരു മെസ്സേജ്, അങ്ങനെ ഒരു ചിത്രം. ലാലേട്ടൻ വേറെ ലെവലാണ്, മമ്മൂക്ക വേറെ ലെവലാണ്. പലരും ചിത്രം റിലീസാവുന്ന സമയത്ത് കാണാണ്ട് പോലും മോശം കമൻസ് പറഞ്ഞിട്ട് അങ്ങനെ എത്ര ചിത്രങ്ങൾ നമ്മൾ കാണാണ്ട് പോയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ എത്ര ചിത്രങ്ങൾ കാണാണ്ട് പോയിട്ടുണ്ടാവും. ഗപ്പി എന്ന് പറയുന്ന ഒരു ഫിലിം പലരും കണ്ടിട്ട് പറഞ്ഞാൽ മോശമാണ്, അവാർഡ് പടമാണ്, വലിയ രസമില്ല എന്ന് പറഞ്ഞിട്ടാണ് പലരും തിയേറ്ററിൽ പോയി കാണാണ്ട് വന്നത്. പക്ഷെ അത് ടി വിയിൽ വന്ന് അല്ലെങ്കിൽ CD-യിലൊക്കെ കണ്ട സമയത്ത് ശരിക്കും അപ്പോഴാണ് മനസ്സിലായത് ഇത്രയും നല്ലൊരു ചിത്രം മിസ്സായി. ലാലേട്ടനും മമ്മൂക്കയും നമ്മുടെ മലയാള സിനിമയിലെ എതിരില്ലാത്ത പ്രതിഭകളാണെന്ന് നമുക്കറിയാം. ഇപ്പം അവരുടെ ഏതൊരു ചിത്രം എടുത്ത് നോക്കിയാലും ഓരോരുത്തരും അവരുടേതായ കഴിവ്, അവരുടേതായ രീതിയിൽ, അവരുടേതായ അഭിനയ ശൈലിയിൽ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഈ രണ്ട് പ്രതിഭകളുടെയും നല്ല നല്ല ചിത്രങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ലാലേട്ടൻ മലയാള സിനിമയിൽ അഭിനയിച്ച് ഫലിപ്പിച്ച ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങൾ തന്നെ നമ്മുടെ മമ്മൂക്കയ്ക്ക് ചിലപ്പോൾ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുന്നില്ല. അതുപോലെ നമ്മുടെ മമ്മൂക്കയും അഭിനയിച്ച് ഫലിപ്പിച്ച ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അത് ലാലേട്ടനെ കൊണ്ടും സാധിച്ചെന്ന് വരില്ല. ഒരു ചിത്രത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള പ്രേക്ഷകരും അതുപോലെ തന്നെ ഫാൻസ് ക്ലബ്ബുകളും ഫാൻസുകാരുമാണ്. പക്ഷെ ഒരിക്കലും ആ ചിത്രങ്ങൾ തമ്മിൽ ഒരു മത്സരം ഉണ്ടാക്കാനുള്ള ഇട, അല്ലെങ്കിൽ ഫാൻസുകാർ തമ്മിൽ ഒരു മത്സരം ഉണ്ടാക്കാനുള്ള ഇട ഉണ്ടാവരുത്. നല്ല ചിത്രങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, നല്ല അഭിപ്രായങ്ങൾ പറയുക. താരങ്ങൾ തമ്മിലോ ആ ചിത്രങ്ങൾ തമ്മിലോ ഒരു മത്സരവും ഇല്ല, ഫാൻസുകാർ തമ്മിലാണ് മത്സരം. എന്തിനാണ് നമ്മൾ താരങ്ങളുടെ പേര് പറഞ്ഞ് ഇങ്ങനെ മത്സരിക്കുന്നത്? നല്ല ചിത്രങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ ബൈ.